ഹലോ എവ്രി വൺ. സോ ഇന്നൊരു ക്ലാസ്സിനുപരി ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായത് വളരെയധികം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കുറേ ക്ലയൻസ് എൻ്റെ അടുത്ത് വരുമ്പോഴും റിലേഷൻഷിപ്പ് ഇഷ്യൂസായിട്ട് വരുമ്പോഴും കൂടുതൽ പേരും ചേസിങ് എനർജിയിലാണ്. അവർക്ക് അവരുടെ പാർട്ട്ണറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വേണം. എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ പാർട്ട്ണറെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി അവരുടെ ലൈഫിലേക്ക്. അതെങ്ങനെയായാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു 10-20 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും 10-20 മന്ത്രാസും ഒരുമിച്ച് എല്ലാവരും കൂടെ എന്താ പറയുക, കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്ത് ഓവർ ബേർഡൻ ചെയ്ത് ചേസിങ് എനർജിയിലായി സഫർ ചെയ്ത് വിഷമിച്ച് എന്നും ഇരുന്ന് കരഞ്ഞ് എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അവർ തിരിച്ച് എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്ന മിക്ക പേരും എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഞാൻ ആലോചിക്കും, ഇനിയും ഇതുപോലെ എത്ര പേരുണ്ടായിരിക്കും. എനിക്കറിയാം നിങ്ങൾ വളരെ ഒരു ഹാർഡ് ടൈം കൂടെ പോവുകയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അത് മനസ്സിലാവുകയാണ്, ലൈക്ക് ഒരു ഐ ഓപ്പണിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി സേവ് യുവർ സെൽഫ്. സെൽഫ് ലവ് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ്. സോഷ്യൽ മീഡിയാസ് ആയിക്കഴിഞ്ഞാലും എന്തൊരു കാര്യമായിക്കഴിഞ്ഞാലും ഒരു തെറ്റിദ്ധാരണയാണ് സെൽഫ് ലവ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റിനെ കൊണ്ട് പുറത്ത് പിടിക്കുന്നത്. സെൽഫ് ലവ് എന്ന് വെച്ചാൽ ഐ ഡോണ്ട് കെയർ എന്നാണ്, ഡിറ്റാച്ച്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ എന്നാണ് അർത്ഥം. എന്നാൽ അതൊക്കെ ഞാൻ മാറ്റാൻ പോവാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തം കാണുന്നത് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ സെൽഫ് ലവ് ഫോർ യു. ഈ ഒരു കുറച്ച് നേരം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് കൊടുക്കുന്നൊരു സെൽഫ് ലവ് ആയിട്ട് കണ്ടാൽ മതി. മാക്സിമം എളുപ്പമുള്ള രീതിക്കും ചെറുതാക്കാൻ ഞാൻ ശ്രമിക്കാം. ബട്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. മുഴുവൻ കാണാൻ ശ്രമിക്കാം. ഓക്കെ, സോ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തുടക്കത്തിലുണ്ടായിരുന്ന നിങ്ങളെന്ന് മെല്ലെ ഉറക്കമില്ലാത്ത രാത്രികളിലും നിങ്ങളുടെ ഓരോ ഫോൺ 5 മിനിറ്റ് ചെക്ക് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെന്നെ നോക്കുന്നുണ്ടോ, അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുമ്പോഴും 555 ടെക്നിക്ക് ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നു, സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നു, സബ്ലിമിനൽസ് കേൾക്കുന്നു. ദിവസവും നിങ്ങൾ ഡേ മൊത്തം അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള കാര്യത്തിലേക്ക് നോക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ നോ യു ആർ സ്കെയർഡ്. ഐ നോ ലെറ്റിങ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കെയറിങ് ആണ്, ഭയങ്കര ഉള്ളിലൊരു ഡൈയിങ് ഫീലിംഗ് ആണ്. ക്യാൻസൽ ആക്ച്വലി ഒരു ബാഡ് ഫീലിംഗ് ആണ്. എനിക്കറിയാം. ഫസ്റ്റത്തെ മെയിൻ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഐ സ്റ്റോപ്പ് ട്രൈങ് ദേ വിൽ മൂവ് ഓൺ. ഞാൻ എഫേർട്ട് ഇടുന്നത് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ട്രൈ ചെയ്ത് ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മൂവ് ഓൺ ചെയ്യും, അവരെന്നെ മറന്നു പോവും. ഈ ഒരു പേടി കൊണ്ടാണ് എല്ലാവരും സെൽഫ് ലവ് ചെയ്യാൻ പേടിക്കുന്നത്, മൂവ് ഓൺ ചെയ്യാൻ പേടിക്കുന്നത്, അല്ലേ? ഞാനിവിടെ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കില്ല. പക്ഷേ നമ്മളെല്ലാവരും ആ ഒരു സിറ്റുവേഷനിൽ ഏതർ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു പോകുന്നവരുണ്ട്. ഈവൻ പേഴ്സണലി ഞാനായിക്കഴിഞ്ഞാലും ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ ബിക്കോസ് ഐ ലവ് യു ടു മച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എനിക്ക് വരുന്ന ക്ലയൻസും എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിലും എന്നെ കണക്ട് ചെയ്യുന്ന പീപ്പിളെയും ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ദാറ്റ് എനിക്ക് അവരെ ഹേർട്ട് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല. ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ എനിക്ക് നമ്മളൊരാളെ പിടിച്ച് എണീപ്പിച്ച് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും ട്രൈ ചെയ്യുമെന്ന് പറയില്ല. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവർ കുറേ അധികം ഹേർട്ടാവുന്ന കുറേ പേരെ ഞാൻ പേഴ്സണലി കാണുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇതുപോലെ കുറേ ആൾക്കാർ ഇനിയും ഉണ്ടെന്നറിയാം. കുഞ്ഞു മക്കൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഉണ്ടെന്നറിയാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, ഡിവൈൻ കൺഫർമേഷൻ, ഐ ലവ് യു ടു മച്ച് ദാറ്റ് ഐ കാൻ സീ യു ഹേർട്ടിങ് യുവർ സെൽഫ്. നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. എവിടേക്കോ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇഫ് ഇതിൽ നിന്നൊരു ഇൻഫോർമേഷൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈഫിൽ നിങ്ങളുടെ പവർ റീക്ലെയിം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൈ ജോബ് ഇസ് ഡൺ. സോ ടേക്ക് എ ഡീപ് ബ്രെത്ത്, റിലാക്സ്. ആ ഒരു ഹെവി ബേർഡൻ എല്ലാം നമുക്കിവിടെ റിലാക്സ് ചെയ്ത് വയ്ക്കാം. ലെറ്റ് ഇറ്റ് ഗോ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് റിലാക്സ്. നമുക്ക് ഇതിൻ്റെ ബേസിക്സ്, എനർജറ്റിക്സ് എല്ലാം ഒരു എനർജിയാണ്.
ലവ് ഒരു എനർജിയാണ്, പേഴ്സൺ ഒരു എനർജിയാണ്, നമ്മളൊരു എനർജിയാണ്, നമ്മുടെ ലൈഫിലെല്ലാം ഒരു എനർജിയാണ്, ഈ യൂണിവേഴ്സ് തന്നെ ഒരു എനർജിയാണ്. സോ നമുക്ക് എനർജി ബേസിസിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ് തെറ്റ്, എന്താണ് ബേസ്, ആൻഡ് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മാറും. ദിസ് ഈസ് നോട്ട് തിയറി, ദിസ് ഈസ് സംതിങ് പ്രാക്ടിക്കൽ. നിങ്ങൾ എക്നോളജ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സോ സിമ്പിളായിട്ട് ഞാനൊരു എനർജി എന്താണെന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ തോട്ട്സ് ആൻഡ് നിങ്ങളുടെ ബിലീവ്സ്, ആൻഡ് അതാണ് റിയാലിറ്റി. ഇതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറയാം, അല്ലേ? നിങ്ങളുടെ തോട്ട്സും ബിലീവ്സാണ് റിയാലിറ്റി, ഇതാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ എന്താണോ അത് ആംപ്ലിഫൈ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ലவ்വിങ് എനർജിയാണോ, ആ ലവ് ആംപ്ലിഫൈഡ് ആയിരിക്കും. നിങ്ങൾ പേടിച്ചിട്ടുള്ളൊരു എനർജിയാണോ, ആ പേടിയാണ് കൂടുക. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു വൈബ്രേഷനിലാണോ അതാണ് യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ്. വെരി സിമ്പിൾ. എനർജി, നിങ്ങളുടെ എനർജി ഏതിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടേക്കാണ് നിങ്ങളുടെ ലൈഫ് പോവുക. സോ നിങ്ങളുടെ തോട്ട്സ് ഫിയറാണ്, പേടിയാണ്, ഗിൽട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലൈഫ്. അവിടേക്കാണ് നിങ്ങളുടെ ഫോക്കസ്, അവിടേക്കാണ് എനർജി പോകുന്നത്, അവിടേക്കാണ് നിങ്ങളുടെ ലൈഫ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ബേസിക് കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ ഒരു വൈബ്രേഷൻ, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫ്രീക്വൻസി, നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അധികം ഒരു ഹാപ്പിനെസ് വരും, ഒരു വൈബ്രേഷൻ റേസ് ആവും. ആൻഡ് ആ വൈബ്രേഷൻ റേസ് ആകുമ്പോൾ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആവുന്നു അത്രത്തോളം നമ്മൾ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുക. സോ അങ്ങനെ നമ്മൾ റേസ് ആവണതിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് സെൽഫ് ലവ്, വിച്ച് ഇസ് എ ഹയസ്റ്റ് പോസിബിൾ ഫ്രീക്വൻസി. കാരണം നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ലവ് ചെയ്യുകയാണ്. ആ നമ്മളെ തന്നെ ലവ് കൊടുക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് ആ ലവ് എനർജിയാണ് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ കേസ് സ്റ്റഡീസ് എടുത്ത് നോക്കൂ. നിങ്ങളുടെ പല ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ അത്ര ഇഷ്യൂസ് കാണില്ല. സെൽഫിഷ് എന്നല്ല ഉദ്ദേശിച്ചത്, സെൽഫ് ലവ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് പറയാം. വീണ്ടും എല്ലാം ബേസിക് വീണ്ടും ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങളുടെ കേസിൻ്റെ എടുത്ത് നോക്കൂ. ഒരു കേസ് സ്റ്റഡി വെച്ചിട്ടാണ് നിങ്ങളുടെ ഒരു ലൈഫിൽ കേസ് എടുത്ത് നോക്കൂ. നിങ്ങളിപ്പോൾ ഒരാളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുക, ഫോഴ്സ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുക ആ ഒരു പേഴ്സണെ, അല്ലേ? ഇത് നിങ്ങളാണ്, നിങ്ങളുടെ ഒരു പേഴ്സണാണ്. നിങ്ങൾ ആ പേഴ്സണെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി കൊടുത്തിട്ട് ഫോഴ്സ്ഫുള്ളിയാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നത്, അല്ലേ? ഇതെന്താ വരാത്തേ? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളെ ഉന്താൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ തടയില്ലേ? ഒരു ഫോഴ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തടയാനല്ലേ നോക്കുക. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഫോഴ്സ് കൊടുത്താൽ എന്തുണ്ടാവും? നിങ്ങൾ തടയാൻ നോക്കും. അതുപോലെയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ അവിടെ ഒരു തടയലാണ്, ഒരു ബ്ലോക്കാണ്, ഒരു റെസിസ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കുക. കാരണം എന്താ? നിങ്ങൾ ഡെസ്പിറേഷനിലാണ്, ഭയങ്കര ഡെസ്പറേറ്റ് എനർജിയാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. ശരിയാണോ? ഒരു ഡെസ്പറേറ്റ് എനർജിയാണ് നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡെസ്പറേറ്റ് എനർജി യൂണിവേഴ്സിന് പോകുന്ന സിഗ്നൽ എന്താണെന്നറിയോ? ഡെസ്പറേറ്റ് എനർജി, ഞാൻ പറഞ്ഞു, എനർജീസ് ആയിട്ടാണ് യൂണിവേഴ്സിന് പോവുക. ഈ എനർജി യൂണിവേഴ്സിന് സിഗ്നൽ ചെയ്യുക ലാക്ക്. ഇവളുടെ ഒന്നുമില്ല. ഈ ഡെസ്പറേറ്റ് എനർജി യൂണിവേഴ്സ് നിങ്ങളെന്ത് പറയുന്നല്ല കേൾക്കുന്നത്. ഐ വോണ്ട് ഹിം, എനിക്കിവരെ വേണം, എനിക്കിവളെ വേണം എന്ന് പറയുന്നതല്ല കേൾക്കുന്നത്. യൂണിവേഴ്സ് കേൾക്കുന്നത് എന്താ? എനിക്കിവരില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര അധികം പ്രശ്നത്തിലാണ് എന്നാണ് യൂണിവേഴ്സ് കേൾക്കുന്നത്. എൻ്റെ ലൈഫിൽ ഐ ആം സോ ടെറിഫൈഡ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ഹിം ഓർ ഹെർ. അവിടെ കൊടുക്കുന്നത് ലാക്ക്. യൂണിവേഴ്സ് കേൾക്കുന്നത് അതാ, ഇയാൾ തൻ്റെ ലൈഫില്ലാത്തതുകൊണ്ട് താൻ വളരെയധികം പേടിച്ചിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്, താൻ വളരെയധികം ടെറിഫൈഡാണ്, താൻ വളരെയധികം ഡെസ്പറേറ്റ് ആണ്. ഫിയർ, ഡെസ്പറേഷൻ, ലാക്ക്, ഇതാണ് യൂണിവേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടായിരിക്കും? യൂണിവേഴ്സ് നിങ്ങൾ എന്ത് എനർജിയാണോ സെൻഡ് ചെയ്യുന്നത് ആ എനർജിയിൽ പ്രൂഫായിട്ടുള്ള റീസൺസ് കാണിച്ചു കൊടുക്കും. സോ നിങ്ങൾ എത്രത്തോളം ഇതിന്, ഫോർ എക്സാമ്പിൾ, എത്രത്തോളം നിങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണമെന്ന് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും തോറും യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറേ റീസൺസ് തന്നുകൊണ്ടിരിക്കും സ്റ്റോക്ക് ചെയ്യാനുള്ളത്, കുറേ പ്രൂഫ്സ് തന്നുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിയാണോ അല്ലയോ എന്നുള്ളത്. എത്രത്തോളം നിങ്ങൾ ഇവരുടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നോ യൂണിവേഴ്സ് അത്രത്തോളം നിങ്ങൾക്ക് റീസൺസ് അല്ലെങ്കിൽ പ്രൂഫ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നുകൊണ്ടിരിക്കും, കൂടുതൽ പേടിക്കാനുള്ളത്. സോ ദാറ്റ് ഈസ്
യു ആർ ലിറ്ററലി, നിങ്ങളാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് ഡിസ്റ്റൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്നിട്ട് എല്ലാവരും പറയും എനിക്കിതൊക്കെ അറിയാം, ഇതൊക്കെ ചെയ്യരുതെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തിട്ടും ഇതേ എനർജിയിൽ തന്നെയല്ലേ നിങ്ങളിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ കുറേ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഞാൻ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു, ഞാൻ എത്ര ദിവസം അങ്ങനെ ചെയ്തു, എന്നിട്ട് മനഃപൂർവ്വം ഡിസ്റ്റൻസ് മാനിഫെസ്റ്റ് ചെയ്യുക. മനഃപൂർവ്വം ഡിസ്റ്റൻസ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും ഡെസ്പറേറ്റ് എനർജിയിലേക്ക് തിരിച്ചു വരിക. സോ ആരാണിത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? സോ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നിട്ട് എത്രത്തോളം വീണ്ടും ഫോഴ്സ്ഫുള്ളി മാനിഫെസ്റ്റേഷൻ 10-20 മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്ത് എന്തുണ്ടായിരിക്കും? നിങ്ങൾ ടയേർഡാവും, നിങ്ങൾ റെസിസ്റ്റ് ആവും, നിങ്ങൾ കൂടുതൽ ഫിയർ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യും, കൂടുതൽ ലാക്ക് എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യും, കൂടുതലിരുന്ന് ഇമോഷണലി സഫർ ചെയ്യും. ക്യാൻസൽ. എൻ്റെ ക്ലയൻസ് ആരെങ്കിലും കാണുന്നുണ്ട്, ഇതേ ഇപ്പോഴേ പറഞ്ഞോ ക്യാൻസൽ എല്ലാവരും കട്ട്. ഈ എനർജി ഈസ് ബാഡ്. കാരണം ഈ എനർജിയിൽ ഇരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താ കിട്ടുന്നത്? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ശരിയാണ്, സങ്കടം വരുന്നുണ്ട്, ശരിയാണ്, വിഷമം വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ആ എനർജിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും, ശരിയാണ് നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ കുറേയൊക്കെ നമുക്ക് വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നെഗറ്റീവായിട്ട് ഇരിക്കാൻ എളുപ്പമാണ്, പോസിറ്റീവായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എത്രയും വേണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം ആ ഒരു പോസിറ്റീവ് സെൽഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തുകൊണ്ട് എഫേർട്ട് ഇടുന്നില്ല ആരും? എന്തുകൊണ്ട് ആരും എഫേർട്ട് ഇടുന്നില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം ആ ഒരു ഇതിലേക്ക്, ശരി അവർ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഇമോഷണലിയാണ് റിയാക്ട് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിൽക്കുമോ? നിങ്ങൾ ഒരു ബെഗ്ഗർ പോലെ ആക്ട് ചെയ്യാണ്, ഒരു പാവപ്പെട്ട ആളെ പോലെ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിങ് അല്ലെങ്കിൽ ഒരു ക്വീനിനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ കല്യാണം കഴിക്കാൻ? ഇപ്പോൾ ഒരു കിങ്, നിങ്ങളിപ്പോൾ ആ ഒരു എനർജിയാണ് കൊടുക്കുന്നത്. ഇവരൊരു കിങ്ങാണ്, ഇവരൊരു ക്വീനാണ്, നിങ്ങളെ ലിറ്ററലി അവരെ വേർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അവർ ഗോഡ് എന്നുള്ള രീതിക്ക് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവരാണ് ദൈവം, അവരാണ് എല്ലാം. നിങ്ങളവരെ ഒരു പെഡസ്റ്റലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് അവർ രാജകുമാരനാണ്, അവരെക്കാരഞ്ഞു ആരെയും കിട്ടില്ല എന്ന് നിങ്ങൾ ലിറ്ററലി ബെഗ്ഗർ പോലെ താഴ്ന്നിരിക്കുക. സോ അവർ നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യുക? ആ ഒരു ലെവലിലേക്കല്ലേ ട്രീറ്റ് ചെയ്യുള്ളൂ. അവർ കിങ് ആണെന്നുണ്ടെങ്കിൽ ബി ദ ക്വീൻ, ഇവരൊരു ക്വീൻ ആണെന്നുണ്ടെങ്കിൽ ബി ലൈക്ക് എ കിങ്, ഡോണ്ട് ബി എ ബെഗ്ഗർ, ആൻഡ് ദാറ്റ് ഇസ് സെൽഫ് ലവ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇഫ് ദേ ആർ ആക്ടിങ് ലൈക്ക് എ കിങ്, ബി ദ ക്വീൻ, സോ കിങ് കംസ് ടു എ ക്വീൻ. ഇഫ് ദേ ആർ എ ക്വീൻ, ബി ലൈക്ക് എ കിങ്, ഷീ റെസ്പെക്ട്സ് യു ആൻഡ് യു റെസ്പെക്ട് ഹെർ. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ബാധകമാണ്. വിച്ച് മീൻസ് മൈ ഹാപ്പിനെസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ യുവർ ടെക്സ്റ്റ് മെസ്സേജ്. നീ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജിൽ മാത്രമല്ല എൻ്റെ ഹാപ്പിനെസ്. ഞാൻ ഹാപ്പിയാണ്, സോ എനിക്ക് നിൻ്റെ ലൈഫ് ഷെയർ ചെയ്യാം. വി ക്യാൻ ഷെയർ അവർ ലൈഫ് ഈച്ച് അതർ. അല്ലാണ്ട് നീ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ എൻ്റെ ഹാപ്പിനെസ്, നീ എനിക്ക് മെസ്സേജ് അയച്ചാലേ എനിക്ക് ഹാപ്പിനെസ്, നീ എന്നെ ഇന്ന ടൈമിൽ ഇത്രത്തോളം വിളിച്ചാൽ മാത്രമേ ഹാപ്പിനെസ് എനിക്കുള്ളൂ. ശരി, അതൊരു ഹാപ്പിനെസ് തന്നെയാണ്, പക്ഷേ അത് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരിക? സഫറിങ് വരിക. നമുക്കറിയണം എവിടെ വെച്ച് എത്രത്തോളം ആ ഒരു ലിമിറ്റ് കൊണ്ടുപോകണം, എവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമുക്കറിയണം. എപ്പോൾ മനസ്സിലാക്കണം, എപ്പോൾ നമുക്ക് ഓവർ ഗീവ് ചെയ്യണം എന്നുള്ള ഒരു ബൗണ്ടറി നമുക്കറിയണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ വിളിക്കില്ലായിരുന്നു, നിങ്ങൾ ഫോൺ ചാർജൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കില്ല. കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങളതൊക്കെ വിടാൻ തുടങ്ങി. എപ്പോൾ ഫോൺ വരുമ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടിട്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി ടെക്സ്റ്റ് അയക്കാൻ നിൽക്കും, കോൾ എടുക്കാനിരിക്കും, എല്ലാം മാറ്റി വെച്ചിരിക്കും, നിങ്ങൾ അവരെ പ്രയോറിറ്റി ആക്കി വെച്ചിരിക്കും. ആൻഡ് അവരെന്ത് ചെയ്യും? അവരവരുടെ കാര്യം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങൾക്ക് ഹേർട്ടാവും. സോ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങും, നീ അത് ചെയ്തില്ലല്ലോ, നീ ഇത് ചെയ്തില്ലല്ലോ, നീ അങ്ങനെ ചെയ്തില്ലോ, ഇങ്ങനെ ചെയ്തില്ലോ എന്ന് പറഞ്ഞ് കുറേ നെഗറ്റിവിറ്റി അവരുടെ മുന്നിലേക്ക് എറിയാൻ തുടങ്ങുമ്പോൾ അവർക്ക് എനിക്കിത് മടുത്തു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവും. അപ്പം നിങ്ങളിരുന്നിട്ട് ഡൗൺ ആവും, നിങ്ങളെന്നിട്ട് ചേസ് ചെയ്യാൻ തുടങ്ങും അവരെ.
ശരിയാണോ? അങ്ങനെയാണോ ഉണ്ടാവുന്നത് മിക്കതും? ദ മൊമെൻറ്റ് വെൻ യു അണ്ടർസ്റ്റാൻഡ് അവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ് ടു. നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. പക്ഷെ എനിക്ക് പറ്റില്ല മാം, പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ഉത്തരവില്ല. നമ്മൾ മാറണമെങ്കിൽ ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോളുള്ളൂ, നമുക്ക് നമ്മുടെ കാര്യത്തിനെ കൺട്രോളുള്ളൂ, നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതിൽ കൺട്രോളുള്ളൂ. അത് മാറ്റാൻ നോക്കാണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അതവിടെ ശരിയാവില്ല. കാരണം ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാലും ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു വൈബ്രേഷൻ റേസ് ആവുന്നത് കൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ബിലീഫാണ്, നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റാണ്. ദ മൊമെൻറ്റ് യു ലെറ്റ് ഇറ്റ് ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, ആ ഒരു സെൽഫ് വർത്ത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ളൊരു പവർ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തു തിരിച്ചു കൊണ്ടുവരാൻ അല്ലേ? മാനിഫെസ്റ്റേഷൻ ചെയ്തു, നിങ്ങളെല്ലാ കാര്യങ്ങളൊക്കെ അതൊരു ടെമ്പററി ആയിട്ട് മാനിഫെസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിൽ, പക്ഷെ വീണ്ടും പോയിട്ടുണ്ടായിരിക്കും, വീണ്ടും നിങ്ങളെ എനർജിയിലേക്ക് വരുമ്പോൾ. നിങ്ങളുടെ ഈ തുടക്കത്തിൽ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത്. അന്ന് നിങ്ങൾ ഭയങ്കര അധികം സെൽഫ് ലവ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അതിൽ നിന്നായിരിക്കും കുറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് തോന്നുന്നു? തുടക്കത്തിൽ നിങ്ങൾ വളരെയധികം സെൽഫ് ലവ് ചെയ്ത സമയത്തല്ല അവരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറേ കഴിഞ്ഞ് നിങ്ങൾ ആ സെൽഫ് ലവൊക്കെ മാറ്റി വെച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിങ്ങളെല്ലാ രീതിക്കും ചേസ് ചെയ്തു, അവർ കെയർ ചെയ്യാൻ നോക്കി. ഞാൻ കെയർ ചെയ്തില്ലെങ്കിൽ അവരെന്നെ മറന്നു പോവോ, എൻ്റെ സ്നേഹം വേറെ ആരെങ്കിലും കൊടുക്കുമോ, അവർ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് പോവോ എന്നുള്ള ഒരു തോട്ട്സൊക്കെ വരും തോറും നിങ്ങൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ താഴാൻ തുടങ്ങി, അവരെ ഗോഡാക്കാൻ തുടങ്ങി, അവർ വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ നിന്നിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്യാൻ പേടിച്ചൂടാ? എന്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്യാൻ പിന്നെ പേടിക്കുന്നു? നിങ്ങളെല്ലാം ചെയ്ത് നോക്കി എന്നിട്ടും അവർ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ഫോക്കസിങ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് തിരിച്ചു വരാൻ നോക്കൂ, ആ എനർജി ക്ലെയിം ബാക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കൂ. ദ മൊമെൻറ്റ് വെൻ യു ഡൂ ദാറ്റ് അവർക്ക് ആബ്സെൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഇപ്പം നിങ്ങൾ ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജീസൊക്കെ അവർക്ക് ചുറ്റിലുണ്ട്, അവർ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആബ്സെൻസ് ഫീൽ ചെയ്യുന്നത്? ഇവരുടെ സെൽഫ് ലവ് എനർജിയിലായതുകൊണ്ടാണ്. ഇവരുടെ സെൽഫ് ലവ് എനർജിയിലായിട്ട് നിങ്ങൾ വിട്ടു പോകുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളും സെൽഫ് ലവ് എനർജിയിൽ വന്നു കഴിഞ്ഞാൽ അവർ വിട്ടു പോകുന്നത് എന്തിനാണ് വിചാരിക്കുന്നത്? അവരവരുടെ സെൽഫ് ലവ് എനർജിയിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അവർ മിസ് ചെയ്യുന്നത്. സോ ബി ദാറ്റ്, മിറർ ദാറ്റ്. അവരെന്താണോ ചെയ്യുന്നത് അത് മിറർ ചെയ്ത് നോക്ക്. കുറച്ച് ദിവസം, ഒരു 1 വീക്ക് മിറർ ചെയ്ത് നോക്ക്. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. നിങ്ങൾ കൂടുതൽ പീസ്ഫുൾ ആവാൻ തുടങ്ങും, നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവാൻ തുടങ്ങും, നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൂടാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആവും, കൂടുതൽ ഡെസ്പറേറ്റ് ആവും, കൂടുതൽ ഡിപ്രഷനിലാവും. ഏതാ വേണ്ടതെന്നൊന്ന് ചൂസ് ചെയ്ത് നോക്ക്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് എനിക്ക് ഏത് വേണം എന്നുള്ളത്, അല്ലേ? ഞാൻ കുറച്ച് കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് കേസ് സ്റ്റഡി 1. പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു പെൺകുട്ടി നെയിം എസ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, ഒരാൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കപ്പിൾ, ആ ഒരു പാർട്ട്ണർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ആൻഡ് എന്തുണ്ടായിരിക്കും? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. അപ്പോൾ ആളുടെ പാർട്ട്ണർ പി കണ്ടു, സീനാക്കി, പക്ഷേ റിപ്ലൈ തന്നില്ല. ഓക്കെ. അപ്പോൾ സാറ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എസ് എന്ത് ചെയ്തു? ഓരോ 7 മിനിറ്റിലും ഓരോ 5 മിനിറ്റിലും അവൻ്റെ വാട്സാപ്പ് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു, ആളുടെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു, ആളുടെ കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു, ടു ചെക്ക് ഇഫ് ഈസ് ഓൺലൈനിലുണ്ടോ, അവൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും സ്റ്റോറി ഇട്ടിട്ടുണ്ടോ, അവൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അവൻ്റെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു, 10 തവണ വിളിക്കുന്നു, 50 തവണ വിളിക്കുന്നു, 100 തവണ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഷീസ് ചെക്കിങ് ഓൺ ഹിം. എന്തിനാ ചെക്ക് ചെയ്യുന്നത്? ആൾ ഓൺലൈനിലുണ്ടോ? അത് ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ എനിക്ക് മെസ്സേജ് അയക്കാത്തത്, എന്താ അയക്കാത്തത്? നമുക്കപ്പോൾ ആ ഒരു സ്റ്റൊമക്കിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, ഇല്ലേ? എന്നിട്ട് കുറേ ഫോളോ അപ്പ് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നിട്ട് ആൾക്കിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താ മൈൻഡിൽ ആലോചിക്കണേ? ആൾക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവൻ വേഗത്തിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചേനെ എന്നുള്ള ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും.
എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ വേഗത്തിൽ അയച്ചേനെ എന്നുള്ളത് സംഭവം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആൾ മെസ്സേജ് അയക്കാണ്ടാവുമ്പോൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മേത്ത് ഒരു സെക്യൂരിറ്റി ക്യാമറ ഫുൾ ടൈം സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നിങ്ങൾ ഓരോ മൂവ്മെൻറ്റും ഒരു ക്യാമറ പോലെ ഒരാൾ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? സഫക്കേറ്റ് ചെയ്യുമോ? ഏത് നേരവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏത് നേരവും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓരോ പോകുന്ന സ്ഥലവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സഫക്കേറ്റ് ചെയ്യുമോ? അപ്പോൾ എന്തുണ്ടായിരിക്കും? നിങ്ങൾ പുൾ ഔട്ട് ചെയ്യുമോ? ആ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് സ്പേസ് എടുക്കുമോ? അല്ലേ? ആൻഡ് അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒരു സർവൈലൻസ് ക്യാമറ പോലെ നോക്കിക്കൊണ്ടിരിക്കുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കോൺസ്റ്റൻ്റ്ലി മൂവ്മെൻറ്റിന് വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു എനർജി നിങ്ങൾ ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം എന്തുണ്ടാവും? നിങ്ങളുടെ പാർട്ട്ണർ പുൾ ഔട്ട് ചെയ്യും, കുറച്ച് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ശ്വാസം കിട്ടുമ്പോൾ എന്തുണ്ടായിരിക്കും? ഒരാശ്വാസം തോന്നും അല്ലേ? നിങ്ങൾ ഏത് നേരവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇല്ല, ആരുടെ അടുത്തേക്കും വരുമോ? ആരും വരില്ല. ഇനി നെക്സ്റ്റ് ഇതേ കേസ് സ്റ്റഡി 2 നമുക്ക് നോക്കാം. ഇതേ സാറ എന്തുണ്ടായിരിക്കും? ഇതേ സാറ ടെക്സ്റ്റ് അയച്ചു, കണ്ടില്ല, ഇനി അവന് രണ്ട് വേണമെങ്കിൽ അർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോൾ ചെയ്തു വെച്ചു, എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരി എന്തെങ്കിലും തിരക്കിലായിരിക്കും, ആ തിരക്ക് കഴിയുമ്പോൾ വിളിക്കട്ടെ എന്ന് വെച്ചിട്ട് സാറ അല്ലെങ്കിൽ യെസ് ഈ കുട്ടി ആ കുട്ടിയുടെ കാര്യം നോക്കി പോയി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ തന്നെ വിളിച്ച് വരുന്നിട്ട് പറയും, സോറി ഞാൻ അത്ര തിരക്കിലായിരുന്നു, ഫോൺ വണ്ടിയിലായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയും. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യില്ല, അനാവശ്യമായിട്ട് പ്രഷർ എടുക്കില്ല, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് സെൽഫ് ലവ്. ശരി, അവർ ഏർജൻ്റാണ്, അവരെന്നെ ഇപ്പം തന്നെ വിളിക്കണമെന്നില്ല, നമ്മൾ ഇത് ആക്ച്വലി നമ്മുടെ സെൽഫിഷ്നെസ് അല്ലേ? നിങ്ങൾ ഇത്ര സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞെങ്കിലും അത് നിങ്ങളുടെ സെൽഫിഷ്നെസ് അല്ലേ? അവരിപ്പം തന്നെ അയക്കണം, അവരിപ്പം തന്നെ എൻ്റെ മെസ്സേജ് നോക്കണം, അവരിപ്പം തന്നെ വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ബട്ട് നമ്മളതിനെ അക്നോളജ് ചെയ്ത് നമുക്ക് മാറ്റാവുന്ന കാര്യമാണിത്. സോ അവർ അയക്കുമ്പോൾ അയക്കട്ടെ, അതുവരെ എനിക്ക് എൻ്റെ കാര്യം ചെയ്യാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചു എന്ന് വരും, അപ്പോഴവിടെ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു റൂമായിട്ട് ആലോചിച്ചാൽ മതി. അത് നിങ്ങളുടെ മനസ്സായിരിക്കാം. നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ കുറേ അധികം നെഗറ്റിവിറ്റീസ് നിറച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും നിങ്ങളുടെ റൂമിലേക്ക് വരുമോ? താമസിക്കാനോ എടുക്കാനോ നിങ്ങൾക്കും സമാധാനം ഉണ്ടായിരിക്കുമോ? ഇല്ല. അതേസമയം നിങ്ങളുടെ റൂം നല്ല ക്ലീൻ റൂമാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ആൾക്കാർക്ക് വരാനും ഇഷ്ടമുണ്ടായിരിക്കും, നിങ്ങൾക്കും അതിൽ കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് സെൽഫ് ലവ്. നിങ്ങളുടെ റൂം ക്ലീൻ ആക്കുക, നിങ്ങളുടെ മൈൻഡ് ക്ലീൻ ആക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ തന്നെ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഡോണ്ട് കെയർ. നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ മനസ്സിലാക്കുന്നുമുണ്ട്. മനസ്സിലാക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. അവരെയും കൂടെ മനസ്സിലാക്കി നമുക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. എപ്പോൾ ഓവർ ഗീവ് ചെയ്യണം, എപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നറിയാനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട്. അതാണ് സെൽഫ് ലവ്. ദ മൊമെൻറ്റ് നിങ്ങൾ ആ ഒബ്സസീവ് എനർജി, ആ ലാക്ക് എനർജി റിമൂവ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? നിങ്ങളൊരു പീസ്ഫുൾ പ്ലേസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് ചെയ്യുന്നു, നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുന്നു. അത് ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതായിരിക്കാം, ഒരു ഫേസ് പാക്ക് ഇടുന്നതായിരിക്കാം, സ്കിൻ കെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജേർണലിംഗ് ആയിരിക്കാം, എന്തെങ്കിലും റൈറ്റിംഗ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും ഇൻവോൾവ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ റൈസ് ആവും. നിങ്ങളുടെ ഒരു ഓറ വൈബ്രേഷൻ ഭയങ്കര പോസിറ്റീവായിരിക്കും. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് അവിടെ ആരെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു ലവ് ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ നോർമലി പീപ്പിൾ വിൽ കം ടു യു. യു ഡോണ്ട് ഹാവ് ടു ഗോ ടു ദെം. ദാറ്റ് ഈസ് എ ക്വീൻ ഓർ കിങ് എനർജി. സോ നിങ്ങളതാവാൻ ശ്രമിക്കുക, ആ ഒരു ക്വീൻ എനർജി, ആ ഒരു കിങ് എനർജി ആവുക. ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ഇസ്, അവർക്ക് എന്നെ അത്ര അധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ വരും അല്ലേ? ഡിറ്റാച്ച്മെൻറ്റ് ഇസ് നോയിങ് ദാറ്റ് ഐ ആം സോ വാല്യൂബിൾ, ഞാൻ ഭയങ്കര അധികം വാല്യൂബിൾ ആണ്. ദാറ്റ് എനിക്ക് മെൻ്റായിട്ടുള്ള കാര്യം ഒരിക്കലും എന്നെ ലീവ് ചെയ്യില്ല, ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. ഐ എം സോ വാല്യൂബിൾ ദാറ്റ് എനിക്ക് മെൻ്റായിട്ടുള്ള കാര്യം എനിക്ക് വരും, ഞാൻ ഡിസേർവിങ് ആണ്, അതെന്നെ വിട്ടു പോവില്ല എന്ന് എനിക്ക് അറിയുന്ന ആ ഒരു ഹൈ പവർഫുൾ എനർജിയിലേക്ക് വരിക. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് കെയർ,
അല്ലാണ്ട് അവരെ വിട്ടു പോവും, അപ്പോൾ അവരാണ് വലുത്. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നതോറും നിങ്ങൾ അവരെയാണ് ടോപ്പാക്കി വെക്കുന്നത്, നിങ്ങൾ അവരെയാണ് വേർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അവരെയാണ് എല്ലാ എനർജിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവാത്തത്. ഇമാജിൻ ദിസ്. അങ്ങനെ ആരും അവരവരുടെ സെൽഫ് ലവ് എനർജിയിലാണ്. ദാറ്റ്സ് വൈ യു ആർ ചേസിങ് ദം. സോ മിറർ ദം, ബി ദാറ്റ് എനർജി. ആരെ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ അത്രയും ലവിങ് ആണ്, നിങ്ങൾ അത്രയും പ്രഷ്യസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കുന്നത്? നിങ്ങൾക്കെല്ലാം നല്ലതായിട്ടല്ലേ വരുള്ളൂ, നിങ്ങൾക്കെല്ലാം ലവിങ് ആയിട്ടേ വരുള്ളൂ. ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ലവിങ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങളാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് യു ആർ നോട്ട് ചേഞ്ചിങ് ഇസ് വാട്ട് യു ആർ ചൂസിങ്. സോ ഒരു റോങ് പാർട്ട്ണറിനെ അട്രാക്റ്റ് ചെയ്തിട്ട്, ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, ബട്ട് ഒരു റോങ് പാർട്ട്ണറിനെ അട്രാക്റ്റ് ചെയ്തിട്ട് വിഷമിച്ചിരിക്കണേക്കാൾ നല്ലത് ലവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് വാട്ട് എവർ ഇറ്റ്സ് മെൻറ്റ് ഫോർ യു വിൽ കം ബാക്ക് ടു യു നാച്ചുറലി. നമുക്കത് ഫോഴ്സ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ഫോഴ്സ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്താലും നടക്കും. ബട്ട് അത് നമുക്ക് മെൻ്റല്ല എന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പററി മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ നിന്ന് അത് പോവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതായിട്ട് എടുത്ത് കളയേണ്ടി വരും. So be the bestest version of yourself that you don't have to compare yourself. Be the best. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബെസ്റ്റസ്റ്റ് വേർഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അല്ല എന്ന് പറയും. ബി ദാറ്റ് ബെസ്റ്റസ്റ്റ് വേർഷൻ. ബി ദാറ്റ് ആ ഒരു ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ, അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റസ്റ്റ് സെൽഫ് ആവാൻ ശ്രമിക്കുക. സോ ദാറ്റ് പീപ്പിൾ വിൽ കം ടു യു നാച്ചുറലി. നിങ്ങൾ ആരുടെ പിന്നാലെയും പോകേണ്ട. അത് ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്സ് ആയാലും ഈവൻ നിങ്ങളുടെ കരിയർ മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ബി ഇൻ ദാറ്റ് എനർജി. തുടക്കത്തിൽ അത് ടഫാണ്. നമ്മുടെ ഉള്ളിൽ നിന്നൊരു നെഗറ്റീവ് എനർജി കയറുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പോകുമ്പോഴും ഡിസ്റ്റർബൻസ് ആണ്, അല്ലേ? സോ അത് പീസ്ഫുൾ പ്രോസസ്സ് ആയിരിക്കില്ല, ബട്ട് ഇറ്റ് വിൽ ബി വർത്ത്. അറ്റ് ദ എൻഡ് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. സഫർ ചെയ്ത് ഡിപ്രഷൻ അടിച്ച് നെഗറ്റീവായി ഇരിക്കണേക്കാൾ ഭേദമല്ലേ ആ ഒരു വർത്തി എനർജിയിൽ, സെൽഫ് ലവ് എനർജിയിൽ, ഒരു ഹാപ്പി പീസ്ഫുൾ എനർജിയിലേക്ക് വരുന്നത്. സോ ചൂസ് വൈസ്ലി. അത്രയേ ഉള്ളൂ. പേഴ്സണൽ സെഷൻസ്, ഹീലിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഇതൊരു കുഞ്ഞി ക്ലാസ്സാണ് ആൻഡ് ഇതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വലിയ വാസ്റ്റ് ടോപ്പിക്കാണ് ആൻഡ് എല്ലാം പറഞ്ഞ് തീർക്കാൻ നമുക്ക് ഒരു വീഡിയോ കൂടെ പറ്റില്ല, അല്ലേ? പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി, ഐ എം ഗ്ലാഡ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ stay blessed and be that queen or king energy. Be bold, okay? Stay blessed.